ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ശോഭ ഡെവലപ്പേഴ്സ് എന്ന സ്റ്റോക്കിൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് വീഡിയോയാണ്. നമുക്ക് സ്റ്റോക്കിലേക്ക് പോകാം. ശോഭ ഡെവലപ്പേഴ്സ് എന്ന സ്റ്റോക്കിൻ്റെ ഒരു മന്ത്ലി ടൈം ഫ്രെയിമാണിത്. 2007 IPOക്ക് ശേഷം നല്ല രീതിയിലൊരു റൗണ്ടിങ് പാറ്റേൺ ഫോം ചെയ്തിട്ട് ബ്രേക്കൗട്ട് കൊടുത്തിരുന്നു. അതായത് ജാനുവരി മന്ത് 24 ബ്രേക്കൗട്ട് കൊടുത്തിരുന്നു. അതിനുശേഷം ഈ ഒരു തന്നെ കൺസോളിഡേറ്റ് വരികയായിരുന്നു. നമുക്ക് വേണമെങ്കിൽ വീക്കിലി ടൈം ഫ്രെയിമിൽ കൺവേർട്ട് ചെയ്ത് നോക്കാം. വീക്കിലി ടൈം ഫ്രെയിം കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് നല്ല രീതിയിലൊരു ബ്രേക്കൗട്ട് കൊടുത്തതിന് ശേഷം റീടെസ്റ്റ് എടുത്തതിന് ശേഷം നല്ല രീതിയിലൊരു ഗ്രീൻ ക്യാനിൽ ഫോം ചെയ്തിട്ട് മുകളിലേക്ക് പോകാൻ റെഡി നിൽക്കുന്ന പറ്റിയാണ് തോന്നുന്നത്. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ കൺവേർട്ട് ചെയ്യണം. ഡെയിലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിലും ഈ ഒരു ഏരിയയിൽ സ്റ്റോക്ക് നല്ല രീതിയിൽ കൺസോളിഡേറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നല്ലൊരു ഫോൾ വന്നതിന് ശേഷം വീണ്ടും മുകളിലേക്ക് ഈ ഒരു ഏരിയ തന്നെ റെസിസ്റ്റൻസ് ഏരിയ അടുത്ത് തന്നെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റെസിസ്റ്റൻസ് ഏരിയ അടുത്ത് തന്നെ കൺസോളിഡേറ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് സൈനാണ്. ഇവിടുന്ന് തന്നെ ബ്രേക്കൗട്ട് എടുത്ത് മുകളിലേക്ക് പോകാൻ ചാൻസുകൾ അധികമാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ട്രെൻഡ് ലൈൻ ഫോം ആയിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനോടെ ബ്രേക്കൗട്ട് കൊടുത്ത് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വിക്കിൻ്റെ മുകളിലായിട്ട് 1701 രൂപയ്ക്ക് മുകളിൽ ക്ലോസ് കൊടുക്കുകയാണെങ്കിൽ എൻട്രി എടുക്കാവുന്നതാണ്. നമുക്ക് ടാർജറ്റ് ഒരു 1:2 വരെ കൺസിഡർ ചെയ്യാം. ഇപ്പം 1:2 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2100 രൂപയ്ക്ക് അടുത്ത് വരെ നമുക്ക് വേണമെങ്കിൽ ടാർജറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയക്ക് താഴെ ഞാനിപ്പം 1 hour ടൈം ഫ്രെയിമിൽ കൺവേർട്ട് ചെയ്യണം. 1 hour ടൈം ഫ്രെയിമിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഹയർ ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ സ്റ്റോക്ക് വരുമ്പോഴുള്ള മുകളിലേക്ക് പ്രൈസിനെ പുഷ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹയർ ഹൈക്ക് താഴെ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ താഴെയായിട്ട് ഈ ഒരു ഫോം ചെയ്തിരിക്കുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ താഴെയായിട്ട് സ്റ്റോക്ക് ക്ലോസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആവേണ്ടതാണ്. ഇവിടെ വരുമ്പോഴെല്ലാം സ്റ്റോക്ക് മുകളിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് മേ ബി ഒരു മുകളിലേക്ക് പ്രൈസ് പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഫോം ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനിലൂടെ ബ്രേക്കൗട്ട് കൊടുത്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ പോയി ഇതിൻ്റെ മുകളിൽ ക്ലോസ് കൊടുക്കണം. അതായത് 1701 രൂപയ്ക്ക് മുകളിൽ ക്ലോസ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ എൻട്രി ട്രൈ ചെയ്യാവൂ. സ്റ്റോപ്പ് ലോസ് ഈ ഏരിയയ്ക്ക് താഴെ അതായത് ഒരു 1500 രൂപ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. SL ഒരു 1500 രൂപ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്റ്റോക്കിലേക്ക് വരുന്ന ദിവസങ്ങളിൽ ചാടിക്കറി എൻട്രി എടുക്കരുത്. നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തേക്കുക. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു അലേർട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. 1701 രൂപയ്ക്ക് മുകളിൽ സ്റ്റോക്ക് വരികയാണെങ്കിൽ ഒരു അലേർട്ട് വരുന്ന കാര്യം നമുക്കിവിടെ ഇപ്പം തന്നിൻ്റെ ആ ഒരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളതാണ് എങ്ങനെ അലേർട്ട് സെറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ മുകളിൽ താഴെ വന്നിട്ട് ഇവിടെ സെറ്റ് പ്രൈസ് അലേർട്ട് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളത്. എനിവേ ഇപ്പം വീണ്ടും ഡെയിലി ടൈം ഫ്രെയിം കൺവേർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു സെറ്റപ്പ് പ്ലാന്. നല്ല രീതിയിലൊരു ബ്രേക്കൗട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 10-15 വർഷത്തിന് ശേഷം ഒരു ബ്രേക്കൗട്ട് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. കൺസോളിഡേഷന് ശേഷം ഈ ഒരു ട്രെൻഡ് ലൈൻ ഓൾറെഡി 1, 2, 3, 4, 5 വട്ടം റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം മുകളിലേക്ക് ബ്രേക്കൗട്ട് കൊടുക്കാൻ ചാൻസുകൾ അധികമാണ്. ഈ ഒരു സ്റ്റോക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടേക്കുക. ഓൾ ദി ബെസ്റ്റ്.